എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, ഇപ്പൊ നമുക്കൊരു സുപ്രീം കോടതി വിധിയൊക്കെ വന്ന് നമ്മൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അല്ലെ. സർവീസിലുള്ളവർക്കും ടെറ്റ് വേണം. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ പ്രത്യേക ഓർഡറുകളും പരാമർശങ്ങളും ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതൊരു നിർബന്ധമാക്കിയെന്നോ അല്ലെങ്കിൽ അതില്ലാതെ പറ്റില്ല എന്നോ ഒന്നും ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. എങ്കിലും ടെറ്റ് എഴുതേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ഭാവിയിലേക്ക് അത് നമുക്ക് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ പലർക്കും വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് സർവീസിലുള്ള ഇതുവരെ ടെറ്റ് എഴുതാത്ത ആളുകൾക്ക് വേണ്ടി വിദ്യാവീതി, നമ്മളൊരു കേട്ടറ്റ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ സ്ഥാപനത്തിൽ നിന്നും സർവീസിലുള്ള ടെറ്റ് ഇതുവരെ എഴുതാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കേട്ടറ്റ് ഇനി എന്നാണ്, എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, വിദ്യാവീതി ഇതിൻ്റെ അകത്ത് ഏത് തരത്തിലാണ് പരിശീലനം നൽകുന്നത് തുടങ്ങിയ വിശദ വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നാളെ നിങ്ങളൊരു കേട്ടറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ, ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് സെപ്റ്റംബർ 18-ാം തീയതിയാണ്. സെപ്റ്റംബർ 20-ാം തീയതി മറ്റന്നാൾ മുതൽ നമ്മളുടെ വിദ്യാവീതിയിൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നാളെ നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ, അതിനൊരു പരിശീലനം വേണമെങ്കിൽ അത് എത്തരത്തിൽ വേണം എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അതിന് നമ്മൾ നിങ്ങളെ സഹായിക്കണമെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും സഹായിക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ വിദ്യാവീതിയുടെ ഫോൺ നമ്പറാണ് ഇവിടെ നിങ്ങൾക്ക് ചൂടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെറ്റ് അഡ്മിഷൻ എടുക്കാനോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. നിലവിൽ നമ്മൾ കേട്ടറ്റ് 4 കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. കേട്ടറ്റ് കാറ്റഗറി 1, കേട്ടറ്റ് കാറ്റഗറി 2, കേട്ടറ്റ് കാറ്റഗറി 3, കേട്ടറ്റ് കാറ്റഗറി 4. ഇങ്ങനെ 4 എണ്ണം നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇത് എന്താണ് എങ്ങനെയാണ് എന്നൊന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് വലിയ ധാരണയില്ല എന്നാണ് കരുതുന്നത്. അപ്പോൾ അതില് ഒന്നാമത്തേത് കേട്ടറ്റ് കാറ്റഗറി 1. ഈ കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറയുന്നത് LP UP അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ്. കേട്ടറ്റ് കാറ്റഗറി 1 യോഗ്യത നേടിയവരെ UP അധ്യാപക നിയമനങ്ങൾക്കും പരിഗണിക്കാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സർക്കാർ ഓർഡർ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേട്ടറ്റ് കാറ്റഗറി 1 നേടിയവരാണെങ്കിൽ UP നിയമനങ്ങൾക്കും പരിഗണിക്കപ്പെടാവുന്നതാണ്. കാറ്റഗറി 1-ന്റെ അകത്ത് നമുക്ക് 5 വിഷയങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സൈക്കോളജി, പെഡഗോഗി. പിന്നെ ഉള്ളത് മാത്തമാറ്റിക്സ്, EVS, മലയാളം, ഇംഗ്ലീഷ്. ഇത് പഠിക്കാൻ, ഇത് എഴുതാൻ യോഗ്യതയുള്ളവരെന്ന് പറയുന്നത് DED, DLED, TTC. ഇതിൽ ഏതെങ്കിലും യോഗ്യത നേടിയിരിക്കുന്ന ആളുകൾക്കെല്ലാം എന്തു ചെയ്യാം? ഈ കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറയുന്ന ഈ പരീക്ഷ എഴുതാവുന്നതാണ്. അതിനകത്ത് വേറെ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 150 മാർക്കിലാണ് ചോദ്യങ്ങൾ വരിക. 150 മാർക്കിൽ ജനറൽ കാറ്റഗറിക്ക് 90 മാർക്കും, OBC, OEC, SC, ST വിഭാഗങ്ങൾക്ക് 82 മാർക്കും, മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ PWD കാൻഡിഡേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്, അവർക്ക് 75 മാർക്കുമാണ് ഇത് പാസ്സാകാനായിട്ടുള്ള മാർക്ക്. നമുക്ക് സൈക്കോളജി പെഡഗോജി ഭാഗത്ത് നിന്ന് 30 മാർക്കിനും, മാത്തമാറ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് 30 മാർക്കിനും, EVSന്റെ ഭാഗത്ത് നിന്ന് 30 മാർക്കിനും, മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് 30 മാർക്കിനും, ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്ന് 30 മാർക്കിനും ചോദ്യങ്ങൾ ചോദിക്കും. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന കേട്ടറ്റ് കാറ്റഗറി 1. നമ്മൾ ഇതുവരെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യും, നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്നതും കേട്ടറ്റ് കാറ്റഗറി 1-നാണ്. LP വിഭാഗത്തിൽ അല്ലെങ്കിൽ UP വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇനി നമുക്ക് കാറ്റഗറി 2 ഒന്ന് നോക്കാം. കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ അത് LPയിലും UPയിലും ഒരേപോലെ പരിഗണിക്കപ്പെടുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് 150 മാർക്കില് സൈക്കോളജി പെഡഗോജി ഒരു 30 മാർക്ക്, മാത്സ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ മാത്സ് 30 മാർക്കിന്റെ അല്ലെങ്കിൽ സയൻസ് 30 മാർക്കിന്റെ ചേർത്ത് 60 മാർക്കിൽ എഴുതാം.
ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് 60 മാർക്കിൽ എഴുതാം. അങ്ങനെ 60 മാർക്ക്, പിന്നെ മലയാളം 30, ഇംഗ്ലീഷ് 30, അങ്ങനെ 150 മാർക്കിലായിരിക്കും ഈ പരീക്ഷ നടക്കുക. അപ്പൊ ഈ ഒരു പരീക്ഷ എഴുതാൻ യോഗ്യത നേടിയവര് നമ്മുടെ ഈ പറയുന്ന DLED, DED, TTC, പിന്നെ BEd യോഗ്യത നേടിയവർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഈ സോഷ്യൽ സയൻസും മാത്സും ഒക്കെ നിങ്ങൾക്ക് അത് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ, ഇപ്പം എന്താണ് കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക്. അതായത് BEd ഇപ്പൊ ഒരു ഫിസിക്കൽ സയൻസ് പഠിച്ച അധ്യാപികയ്ക്ക് സോഷ്യൽ സയൻസ് എഴുതാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവും. സോഷ്യൽ സയൻസ് ശരിക്കും എളുപ്പമാണ്. കാരണം ഈ പറയുന്ന നമ്മൾ നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന GK ഭാഗത്തു നിന്നൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന പല ചോദ്യങ്ങളുമാണ് ഈ പറയുന്ന എന്താണ് കൂടുതലായിട്ടും സോഷ്യൽ സയൻസിൽ വരിക. എന്നാലും മറിച്ചിട്ട് മാത്സ് സയൻസിന്റെ അകത്താകുമ്പോൾ മാത്സ് പൊതുവെ കുറച്ച് പേർക്കൊക്കെ പാടാണ്. അതുപോലെ സയൻസ് ആണെങ്കിലും ഈ പറയുന്ന ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാ ഭാഗത്തുനിന്നും കൂടി ചേർത്തിട്ട് വരുന്നതുകൊണ്ട് അത് ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് ആളുകൾ സയൻസും മാത്സും അങ്ങനെ ഒരുപാട് പ്രിഫർ ചെയ്യുന്നതല്ല. പിന്നെ മലയാളം, ഇംഗ്ലീഷ്, പെഡഗോജി, സൈക്കോളജി ഒക്കെ കാറ്റഗറി 1നും 2നും ഒക്കെ സെയിം തന്നെയാണ്. ഇനിയുള്ളത് ഒരു കാറ്റഗറി 3 ആണ്. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ അവനവന്റെ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ളതാണ്. ഈ 3 ഉണ്ടെങ്കിൽ UP വിഭാഗത്തിന് ഉപയോഗിക്കാം. 3 നേടിയ ആൾക്ക് 2 വേണമെന്നില്ല, അതിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ 3 എന്ന് പറയുന്നത് മെയിൻ ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കാണ്. അപ്പൊ ഇത് എഴുതണമെങ്കിൽ BEd നിർബന്ധമാണ്. BEd ഉള്ള അധ്യാപകരാണ് ഇത് പൂർണ്ണമായിട്ടും എഴുതാൻ അർഹതയുള്ളവർ. അവർക്ക് സൈക്കോളജി, പെഡഗോജി ഭാഗത്തു നിന്ന് ഒരു 40 മാർക്ക്, ഇവരുടെ ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരിക്കും, അത് ഒരു 40 മാർക്കിന്റെ ഉണ്ടാവും. പിന്നെ അവരുടെ സബ്ജക്ട്, ഫിസിക്കൽ സയൻസ് എടുത്ത ആൾക്കാണെങ്കിൽ ഫിസിക്കൽ സയൻസ്, മലയാളത്തിന്റെ ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, കണക്കാണെങ്കിൽ കണക്ക്, അത് ഏതാണോ നിങ്ങൾ BEdന് പഠിച്ചത് അതിന്റെ 80 മാർക്കിന്റെ ഒരു പേപ്പർ നിങ്ങൾക്കുണ്ടാവും. പിന്നെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അത് രണ്ടും വ്യത്യസ്തമാണ്. അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഒന്നുകിൽ മലയാളം എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതാം. അതിനും 30 മാർക്കും ചേർത്തിട്ട് എന്തായിരിക്കും, 150-ലായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക്. ഇത് ഹൈസ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള യോഗ്യതയാണ്. ഇതുണ്ടെങ്കിൽ UP വിഭാഗത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാറ്റഗറി 2ന് പകരമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയുള്ളത് കാറ്റഗറി 4 ആണ്. കാറ്റഗറി 4 എന്ന് പറയുന്നത് സ്പെഷ്യൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ അകത്ത് നമുക്ക് കൂടുതലായിട്ടും വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി, പെഡഗോജി 40 മാർക്കിന്റെ, അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവും. പിന്നെ സബ്ജക്ട്, നിങ്ങളിപ്പോ പഠിപ്പിക്കുന്ന ഉറുദു ആണെങ്കിൽ ഉറുദു, അറബിക് ആണെങ്കിൽ അറബിക്ക്, പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മറ്റു വിഷയങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ സ്വിങ്, ആർട്ട്, അങ്ങനെ എന്താണോ നിങ്ങൾ പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്ന സാധനത്തിന്റെ 80 മാർക്കായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. പിന്നെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം നിങ്ങൾക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം, അങ്ങനെ എഴുതാം. അങ്ങനെ 30 മാർക്കും ചേർത്ത് 150 മാർക്കിലായിരിക്കും പരീക്ഷ. ഇത് എഴുതാൻ യോഗ്യത ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അറബി, ഉറുദു അല്ലെങ്കിൽ ഹിന്ദി ഇതൊക്കെ പഠിച്ച ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള അധ്യാപകർക്കാണ് ഇത് എഴുതാനുള്ള യോഗ്യതയുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യുക, അവരാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ യോഗ്യത ഉള്ളവര്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു കാറ്റഗറി ഉപയോഗപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നാളെ തുടങ്ങാൻ പോകുന്ന പുതിയ ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ, നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. നമ്മൾ 2020 മാർച്ച് മാസമാണ് കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള പരിശീലനങ്ങൾ കൊടുത്തു തുടങ്ങിയത്. കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള പരിശീലനങ്ങൾ 2020 മുതലാണ് നമ്മൾ ആരംഭിച്ചത്. ഇന്ന് വരെ അതായത് ഇന്നലത്തെ നമ്മുടെ പരീക്ഷയ്ക്കും ഇന്നത്തെ നാളത്തെ ആയിട്ടുള്ള നമ്മുടെ പരീക്ഷയ്ക്ക് നിലവിൽ നമ്മൾ 407 അധ്യാപകരെ പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പരിശീലനം കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കൂട്ടുന്നില്ല. അല്ലാതെ നമ്മൾ ഇതുവരെ 1557 പേർക്ക് ഈ 5 വർഷം കൊണ്ട് കേട്ടറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും രസകരമായ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക. അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഏറ്റവും പുതിയ സിലബസ് ഉള്ള DLED കുട്ടികളുടെ പാഠപുസ്തകം, അവരുടെ പഠന സാമഗ്രികൾ, SCRT പാഠപുസ്തകങ്ങൾ എന്നിവ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന ഗൈഡുകളോ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് റിസൾട്ട് എപ്പോഴും കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ പരീക്ഷാ പരിശീലനം എന്ന് പറയുന്നത് നിങ്ങളെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായില്ല. രാത്രി 9 മണി മുതൽ 10 മണി വരെ മാത്രമേ നമുക്ക് ക്ലാസ് ഉണ്ടാവൂ. അതും ഈ ലൈവ് ക്ലാസ് ആയിരിക്കും, പ്യുവർ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ലൈവ് ക്ലാസ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ക്ലാസ്സിൽ കയറാം. ആ ക്ലാസ്സിൽ കയറി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടോ കാര്യങ്ങളോ ഒക്കെ തരാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് നോട്ടായിട്ടോ മറ്റോ നിങ്ങൾക്ക് തരും. യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ പരിശീലിപ്പിക്കും. അതുപോലെ നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ മുഴുവൻ സിലബസും റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്നാണ് അതിന്റെ പേര്.
അത് നിങ്ങൾ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കുന്ന അധ്യാപകർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ആക്കി കൊടുക്കും. അതിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഴുവൻ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും എന്തുണ്ട്, ആ ആപ്ലിക്കേഷന്റെ അകത്ത് ഓരോ കാറ്റഗറി തിരിച്ച്, ഓരോ വിഷയം തിരിച്ച്, ഓരോ ടോപ്പിക്ക് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോഴോ അല്ല നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് കാണാനൊക്കെയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ബോധവാന്മാരൊന്നും ആയിരിക്കണം എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു എന്തൊക്കെ ടോപ്പിക്കാണുള്ളത്, ആ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ 1, 2, 3 ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ലൈവ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യും. ഇന്ന് വൈകുന്നേരം രാത്രി 9 മണിക്ക് എടുക്കുന്ന ക്ലാസ് നാളെ ഒരു ഉച്ചയ്ക്ക് ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ റെക്കോർഡഡ് വേർഷൻ ആയിട്ട് വരും. അത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാം. അത് ഓടിച്ചു കാണാം, പതുക്കെ ഇട്ട് കാണാം, അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിന് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ അതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കും. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇപ്പൊ തുടക്കത്തിൽ മാത്രം ഞായറാഴ്ചകൾ ഒരു ദിവസം ക്ലാസ് ഉണ്ടാവില്ല, അതും പറയാൻ പറ്റില്ല. നമ്മൾ അതിനെ കുറിച്ചിട്ട് ഇപ്പം അടുത്ത പരീക്ഷ നമുക്ക് വരാൻ പോകുന്നത് ഇനി ഒരു വർഷത്തിൽ 2 പരീക്ഷകളാണ്. അപ്പൊ അതിൽ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പൊ ഇന്ന് സെപ്റ്റംബറിൽ നടന്നു. ഇനിയിപ്പോ എന്താണ്, ഒക്ടോബറിൽ ഒരു പുതിയ വിജ്ഞാപനം വന്ന് ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം ഒരു കേട്ടറ്റ് പരീക്ഷ കൂടി നടക്കും. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പം നമ്മളിപ്പോ ആരംഭിച്ചാൽ ഇപ്പൊ നമ്മൾ 20-ാം തീയതി അഡ്മിഷൻ തുടങ്ങി 25-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബാച്ചിൽ 200 കാറ്റഗറി 1, 2-ല് 250 പേരെ നമ്മൾ ഒരു ബാച്ചിൽ എടുക്കുള്ളൂ. മാക്സിമം ഒരു ബാച്ചിൽ 250 പേരെ. അതുപോലെ കാറ്റഗറി 3-ലാണെങ്കിൽ നമ്മൾ ഓരോ വിഷയത്തിനും 50 പേരെ വീതം എടുക്കുള്ളൂ. കാരണം ആള് കൂടിയ പാമ്പ് ചാവൂല എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പൊ ആ ടീച്ചർമാർക്ക് അവരെ അതിൽ കൂടുതൽ ആളുകളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നിലവിൽ കാറ്റഗറി 3-ല് ഫിസിക്കൽ സയൻസും മലയാളവും സോഷ്യൽ സയൻസുമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത്. അവർക്കുള്ള ജനറൽ പെഡഗോജി, അവർക്കുള്ള ലാംഗ്വേജ് എല്ലാം നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വിഷയത്തിന് മൊത്തം 3 വിഷയത്തിനും കൂടെ കൂടി 150 പേരെ നമ്മൾ എടുക്കുള്ളൂ. ഓരോ വിഷയത്തിനും 50 പേരിൽ കൂടുതൽ നമ്മളൊരു ബാച്ചിലേക്ക് എടുക്കുകയാണ്. പിന്നെ കാറ്റഗറി 1-നും 2-നും കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു ബാച്ചിൽ 250 പേരെ ആയിരിക്കും നമ്മൾ അഡ്മിഷനായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ചോദിക്കാം. കാരണം നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ അതിലുള്ള ആളുകൾക്ക് മെസ്സേജ് അയക്കാനോ പറ്റില്ല. പക്ഷെ അതിൽ അഡ്മിന്മാരായിട്ടുള്ള ആളുകൾക്ക്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 അധ്യാപകരെ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രം നിയോഗിക്കും. അവരോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബാച്ച് കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ ആരാണോ അവരോടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, A to Z സംശയങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ പൂർണ്ണമായിട്ടും ഇത് ഈ വിദ്യാവീതിയിലെ ഡയറക്ടർ എന്ന് പറയുന്നത് ഞാനാണ്. അപ്പൊ എന്റെ നമ്പറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചിട്ട് എന്ത് സംശയം ചോദിക്കാം. ഞാനാണ് മാത്സിന്റെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോടും ചോദിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എല്ലാ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ നടത്തുന്നതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി 8 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പരീക്ഷ നടത്തും. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നാളെ നമ്മൾ രാത്രി 8 മണിക്ക് ഒരു പരീക്ഷ നടത്തും. ആ പരീക്ഷാ പേപ്പർ വിശകലനം അന്ന് രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ആൻസർ കീയും കാര്യങ്ങളും തന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങളുടെ മാർക്ക് കുറയുന്നതിന്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ എന്ത് ചെയ്യും, ദിഷുവിന്റെ ഈ എന്താ പറയുന്നത്, എല്ലാ ദിവസവും നിങ്ങൾക്ക് തരുന്ന ലൈവ് ക്ലാസ്സുകളുടെ നോട്ട് അത് നിങ്ങൾക്ക് PDF ആയിട്ടൊന്നും തരേണ്ട കാര്യമില്ല. കാരണം ക്ലാസ്സിൽ തന്നെ വെച്ചിട്ട് ടീച്ചർമാർ നിങ്ങളെ എഴുതിപ്പിക്കും. അതിന് നിങ്ങൾക്ക് ഒരു വലിയ ബുക്കിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത് ക്ലാസ് കൂടാൻ വരുമ്പോൾ. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് അത്യാവശ്യം വേണ്ട നോട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് കൈമാറുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ പരീക്ഷ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓരോ വിഷയം തീർത്ത് ഇപ്പൊ മാത്സിന് ഒരു 10 ക്ലാസ് ഉണ്ടെങ്കിൽ ആ 10 ക്ലാസ് മാത്സിന്റെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സോഷ്യൽ സയൻസിലേക്കോ മലയാളത്തിലേക്കോ ഒക്കെ പോവുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്ന പരിപാടി നമുക്കില്ല. ഒരു വിഷയം തീർത്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത വിഷയം നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വിഷയം മുഴുവനായിട്ടും പഠിപ്പിച്ച് നിങ്ങളെ മനസ്സിലാക്കി അതിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ വിട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ മുമ്പോട്ട് പോകും. പിന്നെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നമ്മളൊരു പരീക്ഷാ പേപ്പർ വിശകലനം, നമ്മൾ പഴയകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യും. അതുപോലെ ഒരു കലാശക്കൊട്ട് അത് നമ്മൾ എല്ലാ വിഷയത്തിനും നടത്തും. പിന്നെ എന്താ പറയുന്നത്, അതെല്ലാം പുതുക്കാനും ഒക്കെ ഒന്ന് എന്താ പറയുന്നത് ഒരു റിവിഷൻ പോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന സാധനങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു ക്ലാസ്സിന്റെ അകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ കാറ്റഗറി 1-നും 2-നും നമ്മൾ ചാർജ് ചെയ്യുന്നത് ഒരു ഫീസ് ഉണ്ട്. ആ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. കാറ്റഗറി 3-ക്ക് നമ്മൾ 6000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ അത് എന്ന് പറയുന്നത് പരീക്ഷ തുടങ്ങുന്ന സമയം, നമ്മളിപ്പോ ഈ പറയുന്ന ക്ലാസ് ആരംഭിക്കുന്ന ഇപ്പൊ 20-ാം തീയതി തുടങ്ങുന്ന അഡ്മിഷൻ 25-ാം തീയതി ക്ലോസ് ചെയ്യും. ആ 25-ാം തീയതി തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങിയാൽ പരീക്ഷയുടെ തലേന്ന് എന്നാണ്, ഇനി ഈ പരീക്ഷ 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 1 വർഷം കഴിഞ്ഞിട്ട് എപ്പോഴാണോ പരീക്ഷ നടത്തുന്നത് ആ പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും,
നമ്മൾ നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ട റെക്കോർഡഡ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ, നിങ്ങൾക്ക് വേണ്ട എക്സാമുകൾ, നിങ്ങൾക്ക് വേണ്ട ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം പഠിക്കാൻ വേണ്ട A to Z കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരും. പുറത്തു പോയി നിങ്ങൾ ഒരു സാധനവും പഠിക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾക്ക് വിദ്യാവീതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, കൃത്യമായ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുപോലെ പരീക്ഷ എന്നാണ്, പരീക്ഷയുടെ അപേക്ഷ വെക്കേണ്ടത് എന്നാണ്, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ പെരുമാറണം മുതലായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ വിദ്യാവീതിയിൽ നിന്ന് കൃത്യമായി കൃത്യസമയത്ത് തന്നെ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു എന്താ പറയുക, നിങ്ങൾ ഒരിടത്ത് ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് സ്വയമേ പഠിക്കാവുന്നതേ ഉള്ളൂ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വിഷയം എന്ന് പറയുന്ന സൈക്കോളജിയും പെഡഗോജിയും മാത്രമായിരിക്കും ഇതിന്റെ അകത്ത്. ബാക്കിയെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. EVS ആയാലും മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും പിന്നെ എന്താ എല്ലാ വിഷയങ്ങളും നിങ്ങൾ എല്ലാ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ കൈകാര്യം സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയൊരു പരിശീലനത്തിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മളുടെ ഒരു കുറുക്ക് വഴികൾ നിങ്ങൾക്ക് അതിലേക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പരീക്ഷ ജയിക്കാൻ അല്ലെങ്കിൽ ജയിപ്പിക്കാൻ ഏത് കുറുക്ക് വഴികളാണോ സ്വീകരിക്കേണ്ടത് ആ കുറുക്ക് വഴികളിലൂടെ മാത്രമായിരിക്കും വിദ്യാവീതി ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് മാത്രം ആ ഒരു ഫോർമുല ഇവിടെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പേരെ വിജയിപ്പിക്കുന്നത്. പിന്നെ ഈ പറയുന്ന എണ്ണം, ആ എണ്ണം 1557 പേരെ വിജയിപ്പിച്ചു എന്നുള്ളതിന്റെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കൃത്യമായിട്ട് അവരുടെ മാർക്ക് ലിസ്റ്റ് അടക്കം നമ്മുടെ കയ്യിലുണ്ട്. അല്ലാതെ മറ്റവർ പറയുന്ന പോലെ 10,000 പേരെ ജയിപ്പിച്ചു, 5,000 പേരെ ജയിപ്പിച്ചു, 36,000 പേരെ ജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത്, മൊത്തം അത്രയും പേരെ ഈ പരീക്ഷ ജയിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഈ പൊട്ടത്തരം പോഴത്തരം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടുള്ള എണ്ണം നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാം. അതുപോലെ ഈ കേട്ടറ്റുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഈ വീഡിയോയിൽ അടി കമന്റ് ചെയ്താൽ നമ്മൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ മുൻപോട്ട് ഒരുമിച്ച് പോകാം, ഒരുമിച്ച് കാണാം. താങ്ക് യു.